ഒന്നുമില്ല കേട്ടോ, സിമ്പിൾ ആണ്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ കൂന്തൽ ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല, ഭയങ്കര ബോറായി പോവും. അപ്പൊ നമ്മൾ കുറച്ച് പച്ചമുളകൊക്കെ വാങ്ങിച്ചിട്ട് അതിന്റെ ഞെട്ട് കളഞ്ഞൊക്കെ വെക്കാന്ന് കരുതി. സമയം വെളുപ്പിന് 12 മണിയായി. ഇനിയിപ്പോ നമ്മുടെ ചെറുകുട്ടി ദേ സ്കൂൾ വിട്ട് വന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ആൾ സ്കൂൾ വിട്ട് വന്നാലേ ഇവക്കുട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ ചെന്ന് നിന്നില്ലെന്നുണ്ടെങ്കിൽ ആളിങ്ങനെ ഓടി വരും. അപ്പോൾ സ്ലോപ്പ് ആയതുകൊണ്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഒറ്റയ്ക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെന്ന് നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. വൈകിട്ട് കേട്ടോ, രാവിലെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളുടെ വീട്ടിൽ സോളാറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. കറണ്ട് ബില്ല് ശരിക്കും ഭയങ്കര വലിയ കൂടുതലൊന്നും അല്ല ഇപ്രാവശ്യം വന്നത്. നമുക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ അത്ര വന്നിട്ടുള്ളൂ. 3000 എന്തോ വന്നത് കേട്ടോ. കാരണം ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എ സിയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുട്ടികളും ഇടും. അതേപോലെ തന്നെ ഞാൻ ഇത്തിരി സൂക്ഷിച്ചും കണ്ടു ഇടത്തുള്ളൂ. എന്നാൽ അത്യാവശ്യം ഇടാറുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വലിയ ബില്ലൊന്നും അല്ല. പക്ഷേ 5K ആണ് നമ്മൾ വെച്ചത്. കാരണം ഫ്യൂച്ചറിൽ പിന്നെ നമുക്കത് എന്താ പറയുന്നത്, യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. എന്തെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾസ് എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. കാർ എന്തായാലും EV എടുക്കാൻ ചാൻസ് ഇല്ല. 2 വീലർ എന്തെങ്കിലും EV എടുത്താലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ ചേച്ചിക്കാണല്ലോ ലാസ്റ്റ് എല്ലാ പണിയും വരുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലീനിങ് ഉണ്ടെന്നേ. നിറച്ചും, അതായത് അപ്പ് സ്റ്റെയറിലും താഴത്തുള്ള സ്റ്റെയറിലും ഒക്കെ കാൽപ്പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ തലേന്ന് വൃത്തിയാക്കി ഇട്ടുള്ളൂ. അപ്പോൾ ഞാൻ കരുതി വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ ദേ ഈവനിങ് ആയപ്പോൾ ഉണ്ടല്ലോ, ബൂസ്റ്റർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പാലാരിവട്ടത്ത് വന്നിരിക്കുവാണ് കേട്ടോ. ശരിക്കും പാലാരിവട്ടത്തല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാക്കനാട് ഉണ്ടായിരുന്ന ഒരു സ്പോട്ട്, പക്ഷെ നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ വണ്ടി ഓടിച്ച് ദേ പാലാരിവട്ടം. വെണ്ണലയായിരുന്നില്ലേ സാമി ഇത്? വെണ്ണലയിലെത്തിയായിരുന്നു, ബൈപ്പാസിനടുത്തട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചായ കുടിക്കും, ഒന്നില്ലെങ്കിൽ ഹോർലിക്സ് ഇടും അല്ലെങ്കിൽ ബൂസ്റ്റ് ഇടും കേട്ടോ. ക്ഷീണമെന്നുള്ളത് കൊണ്ടിട്ടൊന്നും അല്ല കേട്ടോ, ഒരു സന്തോഷം എന്താണെന്നറിയത്തില്ല. പക്ഷെ ഇപ്പം ഇത്തിരി കുറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബൂസ്റ്റർ ടീയുടെ അയലത്ത് വരത്തില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഒരു എന്താ പറയണത്, ഒരു ഹാങ് ഔട്ട് പ്ലേസ് അത്രേ ഉള്ളൂ, അല്ലാതെ എൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഞാനും ഹസ്ബൻഡും കൂടെ പ്രാന്ത് പിടിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ രാത്രി വെറുതെ ഒരു കട്ടൻ ചായ കുടിക്കാനാണെങ്കിലും ഒരു വണ്ടി എടുത്തൊരു പോലെ ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമാണെന്ന് മാത്രം കരുതുന്നേ ഉള്ളൂ കേട്ടോ. അത്ര വലിയ പറയുന്ന അത്ര ടേസ്റ്റി ഒന്നും അല്ല കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ വെജ് മോമോസും ഓർഡർ ചെയ്തായിരുന്നു. ഹസ്ബൻഡിന് ഇങ്ങനെ വലിയ താല്പര്യമല്ലായിരുന്നു വെജ് മോമോസ്. ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് വീട്ടിൽ വന്നിട്ട് നീ മറ്റേ കൂന്തൽ ഫ്രൈയും കൂന്തൽ ദോശ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ എഗ്രി ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെൻ്റൊക്കെ പാസ്സാക്കി. പക്ഷേ എഗ്രിമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞിട്ട് അവസാനം എൻ്റെ തലയിൽ മാത്രം ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ നമ്മ തന്നെ. അന്നേരം ഉണ്ടല്ലോ, ഇപ്പം സമയം വന്നിട്ട് 12:30 മണിയായിട്ടോ. അപ്പൊ എനിക്ക് ഇവയാണ് വീഡിയോ എടുത്തു തരുന്നത്. സാമിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൽ കുത്തിയൊക്കെ ഇരിക്കും. അവർക്ക് അവരുടെ അവൈലബിൾ ടൈം, നമുക്കത് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ മോളെ കൊണ്ടിട്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ ഇനി ചൂടാം. കാരണം നമ്മളുടെ ആ ഒരു ഇത് കിട്ടില്ല. പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ശരിയാവത്തില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സിമ്പിളാണ്, ഒരു വെറൈറ്റി. ഈ ദോശ സെറ്റ് ആയിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, എന്താണെന്നറിയോ, നമ്മുടെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ദോശയിലേക്ക് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ചെയ്തില്ലേ, ആ റോസ്റ്റ് ചെയ്തത് ഇങ്ങനെ അങ്ങ് വെക്കും. ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് നമ്മൾ സാധാരണ മസാല ദോശയിൽ മസാല ഇടുന്ന പോലെ നമ്മൾ കൂന്തൽ ദോശയിൽ എന്തിടും, കൂന്തലിടും. അത്രയേ ഉള്ളൂ ഇവിടുത്തെ വ്യത്യാസം. അല്ലോ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഹസ്ബൻഡിനും പിള്ളേർക്ക് കൊടുക്കും. അപ്പൊ പിള്ളേർ കഴിക്കണില്ല, രാത്രി സമയമാണല്ലോ, അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. സാമിന് കൊടുക്കാം. അപ്പൊ ഇതേപോലെ 2-3 ഉണ്ടാക്കിയിട്ട് ആൾക്ക് ഞാൻ കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആളോട് തന്നെ നേരിട്ട് ചോദിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം മസാലയ്ക്ക് പകരം ഞാൻ കൂന്തലിടാറുണ്ട്. എനിക്കിങ്ങനെ എഗ്ഗൊക്കെ പിന്നെ എല്ലാവരും വെക്കാറുണ്ടാവുമല്ലോ. കൂന്തൽ ദോശ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനൊന്ന് അവരോട് ട്രൈ ചെയ്തിട്ട് ഞാനൊന്ന് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ കഴിഞ്ഞ ദിവസം നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാത്രി ഇതായിരുന്നു ഇവിടുത്തെ ഡിമാൻഡഡ് ഫുഡ്. അപ്പൊ ഇതങ്ങോട്ട് ഞാൻ കൊടുക്കാന്ന് വെച്ചു. അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ പറയാം, അല്ല അവരുടെ അഭിപ്രായം കേൾക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അവരെങ്ങനെയാണ് അഭിപ്രായം പറയട്ടെ കേട്ടോ. അപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നിമിഷം എന്ത് പറയാനാ, ഏറ്റെടുത്ത ജോലി തീർക്കാതിരിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ രസമല്ലേ, വല്ലപ്പോഴുള്ള രസമല്ല. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും സഹകരിക്കണം. ഞാൻ ഒരാൾ മാത്രം സഹകരിച്ചാൽ പോരാ. അപ്പൊ എന്താണെങ്കിലും ഞാൻ എന്തായാലും പുള്ളിക്കാരനെ കൂടി ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമ്മുടെ ദോശ റെഡി ആയിട്ടോ.
2 ഞാൻ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ നിർദ്ദിപ്പിക്കുന്നില്ല. കഴിച്ചു നോക്കൂ, എങ്ങനെയുണ്ടെന്ന് പറയാം. കഴിച്ചു നോക്കണ്ടേ, താങ്ക് യു പറഞ്ഞാൽ മതി. ഇഷ്ടമുണ്ടോ നിങ്ങളെ കാണിക്കാനാണ്. കൊള്ളാലോ, ജെനുവിൻ റിവ്യൂ ആണോ? ഇഷ്ടമായോ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൊള്ളാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം പറ്റിപ്പോയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ തക്കാളി ആഡ് ചെയ്തു. തക്കാളി ഇല്ലായിരുന്നു, അപ്പം അതിൻ്റെതായ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ബോക്സ് ഞാൻ കുക്ക് ചെയ്തത്. അപ്പം ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അപ്പം ആർക്കെങ്കിലും അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ, അറിയാത്തവരാണെങ്കിലും കൂന്തൽ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ദോശയുടെ ഉള്ളിൽ വെച്ച് കഴിച്ചു നോക്കിക്കേ, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നമുക്ക് നമ്മുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് പറയണം. അപ്പം ലവ് യു, ടേക്ക് കെയർ.